ശ്രീ വൈശാഖ ശ്രീ വൈശാഖ മഹാത്മ്യം. ഇത് വൈശാഖ മാസമാണ്. എല്ലാ ദിവസവും വൈശാഖ മഹാത്മ്യം 30 ദിവസങ്ങളിലായിട്ട് വൈശാഖ മഹാത്മ്യം അധ്യായങ്ങളുണ്ട്. ഓരോ ദിവസവും അതത് ദിവസത്തെ മഹാത്മ്യം അധ്യായം പാരായണം ചെയ്യുകയാണ്. 6ാമത്തെ അധ്യായം 7, 6 ദിവസങ്ങൾ മാറി വരുന്നുണ്ട്. സപ്തം ഇന്ന് 7ാമത്തെ അധ്യായമാണ് പാരായണം ചെയ്യുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ വെള്ളം എത്രത്തോളം മുഖ്യമാണ്, വെള്ളം ദാനം ചെയ്യാത്തത് കൊണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തിട്ടും ജലദാനം ചെയ്യാത്തത് കൊണ്ട് ഒരു മഹാരാജാവിനുണ്ടായ ക്ലേശങ്ങളാണ് പാരായണം ചെയ്തത്. അപ്പോൾ 7ാമത്തെ അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീ വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട്. ഹരിശ്രീ ഗണപതയേ നമ. ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ ഗോവിന്ദ ഹരി ജയ. ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുധാ ജയ. ഇത്തരം തിരുനാമ കീർത്തനം ചൊല്ലി വന്നു ഉത്തമ കിളിപ്പെണ്ണെ ശുദ്ധമാനസേ ഭാലെ. പുത്തന്തേൻ പഴം പഞ്ചസാരയും ഇളനീരും ചിത്തകൗതുകത്തോടു ഭുജിച്ചു വസിച്ചു നീ. മൂഢരാം ഞങ്ങൾക്കിഗ്നം കൂടാതെ വിരവോടു ഗൂഢമോക്ഷമാർഗം ഉപദേശിച്ചിടണം. കേടറ്റ വാക്യമേവം കേട്ടോരു നേരം കിളി പീഡയും കുതൂഹല ആവണ്ണം മുര ചെയ്തു. വാരണമുഖനുമാവല്ലഭാത്മജം വിഘ്ന വാരണം ഭജിക്കുന്നീ മനസാ സദാകാലം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം തത്സത്. ഓം അത് വൈശാഖ മഹാത്മ്യേ സപ്തമോധ്യായ. അധഗോദിതയുടെ സ്വർഗപ്രാപ്തിയെ കണ്ടു മിഥിലാധിപൻ വിസ്മയപ്പെട്ടു പാരം. ശ്രുതദേവനാമുനി തൻപാദം കൂപ്പിത്തൊഴു അതിവാഞ്ചയാ ചോദിച്ചിടിനാൻ ഭക്തിയോടെ. മാമുനെ ഭവാനേതു ധർമ്മത്താലിന്നു വേഗാൽ ശ്രീമദാംബരദാനം ഇച്ഛാഭൂസുരൻ തന്നെ. നാഗത്തിനയച്ചൊരു പുണ്യവൈഭവം കേൾപ്പാൻ ആകാംക്ഷഭാരമുണ്ടോ മാനസേ നമുക്കിപ്പോൾ. ഭൂപതി ഭക്തിയോടും ഇങ്ങനെ ചോദിച്ചപ്പോൾ താപസോത്തമൻ തെളിഞ്ഞരുളി ചെയ്താനേവം. കേൾക്ക നീ വൈശാഖ ധർമ്മത്താൽ ഉദ്ധരിച്ചേ ഞാൻ ദുഃഖത്തിൽ നിന്നു ധർമ്മശീലനാം ഭൂപാലനേ. തൽക്കാല മുഖ്യഭയതം കേൾക്കണമെന്നാകിലെന്നൊക്കവേ സംക്ഷേപിച്ചു ചൊല്ലുവാൻ നരപതേ. സ്നാനവും ശൈചം തഥാ സന്ധ്യാതർപ്പണം ശ്രാദ്ധം നൂനം വൈശാഖധർമ്മം അഗ്നിഹോത്രവുമിവ ചെയ്യാഞ്ഞാലതോ ഗതി വന്നിടുമിതുപോലെ. ചെയ്താൽ നന്മകൾ വരും അന്യധർമ്മങ്ങൾക്കെല്ലാം. രാജാവില്ലാതെയുള്ള പ്രജകൾ എന്ന പോലെ രാജൻ വൈശാഖഹീന കർമ്മങ്ങൾക്കനുദിനം സഫലമില്ലെന്നല്ല ദോഷങ്ങൾ ആക്രമിക്കും. സുഫലമാകും വൈശാഖത്തെ അങ്ങനുഷ്ഠിച്ചാൽ. ഉദകകുംഭം പ്രഭാദാനവും പതിച്ചായ സുദൃഢം നിർമ്മിക്കയും പലകച്ചെരിപ്പാതി കുടയും ചുവറ്റിയും തിലവും മധു. പിന്നെ 6 വരിയല്ലേ വേണ്ടു. ഓം ശ്രീകൃഷ്ണായ നമ. കുടയും ചുവറ്റിയും തിലവും മധു. പിന്നെ അടദോഷാഭൂപാതി ഗോ രസാവലികളും അൻപുറ്റുദാനം കിണർക്കുളവും വാബി വഴി അമ്പലമിവ നിർമ്മിക്കുന്നതും വഴി തന്നിൽ. കരിമ്പും കരിമ്പടം വസ്ത്രാദി നാളികേരം അരികർപ്പൂര സുഗന്ധാനുലേപന വസ്ത്രം. ഉപദാനങ്ങൾ ശയ്യാഹ്ലാദിചൂതപാലം നൃപതിമണി കേൾക്ക പനസഫലം തഥാ. അന്നവും വിഷ്ടജലം സായാഹ്ന ഗുണോദകം നന്നു ചിത്രാണം പൗർണമാസിതജന്യം തഥാ. ചാരുതാമ്പലദാനം എപ്പോഴും യോഗ്യം തന്നെ. വീരകേൾകരീരകം
മുഖ്യത ചൈത്രദർശേ. വ്രതസ്നാനവും അർക്കൻ ഉദിക്കുന്നതിന് മുൻപേ മാധവൻ തന്നെ പൂജിച്ചിടുക വേണം. പിന്നെ മാധവമാസ മഹാത്മ്യങ്ങൾ കേൾക്കുകയും പിന്നെ മാധവ ധ്യാനമുള്ളിൽ ഉറപ്പിക്കുകയും പറ്റിയ പൈപാത്രാസനം തൈലമെന്നിവ വർദ്ധിക്കണം. കാലികൾക്കേറ്റം ക്ഷണം കവളം കൊടുക്കണം. കാൽ കഴുകിച്ചിടണം അതിഥി പൂജാദിയും കാലേ ചെയ്യണം വിപ്രജാതിക്കെന്നറിക നീ. മരുജലവണങ്ങൾ സീതാ സംഹൃതഭീഷ്ടം സരസംഭുക്തം മാധവേ ദാനം ശുഭം നിത്യം. തതി സംയൂതനേദ്യം തൽക്കാലേ ഹരിപൂജയ്ക്കധികം ഫലമുണ്ടെന്നറിക മഹാത്മാവേ. നാരിമാർത്തതിശ്വാസി അച്യുതമച്ഛയാഞ്ഞാൽ ചാരു സൗഖ്യവും നല്ല പുത്രരും വർദ്ധിച്ചിടാം. ധന്യമാ പുത്ര സുഖം ഭർത്താവിനായുർബലം എന്നിവ സിദ്ധിച്ചിടും വൈശാഖധർമ്മം ചെയ്താൽ. ലക്ഷ്മീശൻ ധർമാധർമ്മ ദാനഭേദങ്ങൾ ഓരോ നീക്ഷണം ചെയ്യുവാനിടുന്നല്ലിടും പ്രജാഗൃഹേ. പാരിജാക്ഷനെ തത്ര സേവ ചെയ്തിടത്തവർ ഗൗരവമായി ഇടുന്ന നരകം പ്രാപിച്ചിടും. അഞ്ചുണ്ടു ജന്മം പുനരവനുകൃതമായി ചഞ്ചലമില്ല ഭൂമി വല്ലഭ ധരിച്ചാലും. അന്നദാനവും ജലദാനവും വിശേഷിച്ചു ധന്യമാ വിപ്രന്നാർക്കു ചെയ്യേണ മധു ചെയ്തും. പ്രാണികൾക്കെല്ലാം പ്രാണരക്ഷണം ഇവ രണ്ടും ക്ഷോണിനായക നൽകിയിടായെങ്കിൽ എത്രയും കഷ്ടം. രണ്ടിന്റെ ഫലങ്ങളും പണ്ടു ഞാൻ കണ്ടോരോന്നിലുണ്ടായോരിണ്ടലിന്നും കൊണ്ടുവൻ മനക്കാമ്പിൽ മൽപിതാപിശാചമായി ധർമാർക്കു നിഴൽ കൂടാതവനെ വിശപ്പു പൊറായികയാൽ തന്നുടെ മാംസം കണ്ടിച്ഛനം ചെയ്തു ദാഹം വന്നു വർദ്ധിച്ചിടുന്ന എരുമേശകിയാഞ്ഞും. ശതാലി വൃക്ഷമൂലേ വർത്തിച്ചിടുന്ന കാലം വിസ്മയമതിൽ പരമിനിയും കേൾക്ക ഭവാൻ. പണ്ടു ചെയ്തൊരു ദോഷവൃത്തി കൊണ്ടവരുടെ കണ്ട ദേശാന്തേയൊരു സുഷിരമുണ്ടായി വന്നു. ഉള്ള പൈതാഹം പൊറാഞ്ഞങ്ങിനെ നോക്കുന്നേരം വെള്ളമെല്ലാമേ വിഷമെന്നുള്ളിൽ തോന്നുമപ്പോൾ. ചിത്തഭ്രാന്ത്യാമ്പൂക്കിഞ്ചിൽ സേവിച്ചിടുകിൽ പിന്നെ പത്രത്തിൽ അയാൾ കണ്ട സുഷിരെ ധൂളിച്ചിടും. ദുസ്സഹം ഭുജിക്കുമ്പോൾ തൽസുഷീരാന്തേയൊരു മാംസഖണ്ഡവും പൊക്കു തടഞ്ഞു നിന്നു. തഥാ കീഴ്പോട്ടു മധു പിന്നെ മേൽപോട്ടും ഗമിയാഞ്ഞു. വായ്പേറും ദുഃഖം പറഞ്ഞിടുവാനാളല്ല ഞാൻ. പിടഞ്ഞു വീണു കിടന്നുരുണ്ടും വിരണ്ടവൻ കുടഞ്ഞു എഴുന്നേറ്റു മറിഞ്ഞു വീണും പിന്നെ കരഞ്ഞവൻ ഖേദിച്ചു ഉപകാരങ്ങൾ പറഞ്ഞാലൊടുങ്ങാമോ ദുഷ്കൃത വൈഭവങ്ങൾ. അങ്ങനെ ചില ദിനം കവിഞ്ഞാരനന്തരം ഗംഗാസ്നാനാർത്ഥം പുറപ്പെട്ടതു ഞാനുമിടൂ. മാർഗത്തിൽ എന്നെ കണ്ടു തരസാ ഭക്ഷിപ്പാനായി ആഗ്രഹത്തോടു പാരമൂടിയെത്തിയ നേരം എങ്കിലുള്ളൊരു മഹാബ്രഹ്മ തേജസ്സു കണ്ടു സങ്കടത്തോട് പാരം ഭയപ്പെട്ടവനൊരു ഘോരമാം പിശാചത്തോടിങ്ങനെ ചൊന്നേനഹം. ഭീരുത കളഞ്ഞത്ര നിൽക്ക നീ പേടിക്കേണ്ട. എന്നാലില്ലൊരു ബാധ നിനക്കെന്നറിഞ്ഞാലും ഇന്നാലും ചില വാർത്ത കേൾപ്പാനായി ചോദിക്കുന്നേൻ. ആരടോ ഭവാൻ എന്തു ദുഃഖം ചൊൽകെന്നു കേട്ടു. ചാരവേ വന്നു പുനരന്നോട് ചൊന്നാനേവം ആനർത്തദേശത്തിങ്കൽ ഭുവരഗ്രാമേ പൂരാ. ഊനം കൂടാതെയുള്ള സംസ്കൃതി ഗോത്രത്തിങ്കൽ മൈത്രൻ എനിക്കു പേർ ഭൂദേവോത്തമനഹം. ശ്രോതിയനായേൻ ബഹു ശിഷ്യസമ്പത്തുമുണ്ടായി. ജ്ഞാനദാനാദി തപോ നിഷ്ഠയാവസിച്ചേ ഞാൻ. ഊനമെന്നെ സർവ തീർത്ഥമോമാടിയിടിനേൻ. അന്നദാനം ഞാനൊട്ടും വൈശാഖ്യ ചെയ്യായകയാൽ വന്നകപ്പെട്ടു താപം ഇങ്ങനെ നമുക്കഹോ. ശ്രുതദേവൻ എന്നൊരു സുതനുണ്ടല്ലോ മമ മതിമാനവനോടു മദ്വിശേഷങ്ങളെല്ലാം പറഞ്ഞു ബോധിപ്പിച്ചു. വൈശാഖ സ്നാനത്തെ ഞാൻ കുറഞ്ഞിടാതെ ഭക്ത്യാ വിഷ്ണു പൂജയും പിന്നെ അതിഥി പൂജ ഫലദാനവും ചെയ്യിപ്പിച്ചാൽ വ്യഥകൾ തീർന്നു വിഷ്ണു സായുജ്യം ലഭിച്ചു.
ഭവാൻ എന്നെ മോനോട് തന്നെ കൃപ പറയുന്നു. വേണം അതിനു മോനോട് തന്നെ പറയുന്നു. വർത്തിക്കുമെന്നേ വേണ്ടു. അത് കേട്ടുടൻ ഭൂമോപതിച്ചേനതി കേടാലതി ദുഷ്കൃതി എന്നു നനച്ചേൻ എന്നെ തന്നെ മതിതാപവുമുള്ളിൽ അടക്കി പിന്നെ ചൊന്നേൻ സുതനായതു തവ ഞാനെന്നു ധരിച്ചാലും. സ്മൃതികളെല്ലാം ധരിച്ചിരിക്കുമെനിക്കാശു പിതൃസങ്കടം തീർപ്പാനാളല്ലാത്തതു മൂലം അജ്ഞാനിയായൊരു ഞാൻ എന്തിനീ ചെയ്യേണ്ടതെന്ന് ആജ്ഞ ചെയ്താലും മടി കൂടാതെ ചെയ്തിടുവൻ. നന്ദനെന്നു കേട്ടു നന്ദിച്ചു പിശാചനും നന്നായിട്ട് അനുഗ്രഹിച്ചിങ്ങനെ ചൊല്ലിയിടിനാൻ. വൈകാതെ ചെന്നു ഭവാൻ വൈശാഖ സ്നാനം ചെയ്തു കേശവാർച്ചനം പിന്നെ അതിഥി പൂജാദിയും എന്നെയും ചിന്തിച്ചു ചെയ്തിടുക എന്നാലുടൻ തീർന്നിടുമെന്റെ ദുഃഖമൊക്കെയും കുമാരാകെ എന്നുര ചെയ്തോർപ്പിന്ത തന്നെയും വണങ്ങി ഞാൻ ചെന്നുമൽ ഗൃഹം പൊക്കു വന്നിതു തൽക്കാലവും. വിധിച്ച വണ്ണം തന്നെ വൈശാഖമനുഷ്ഠിച്ചൻ ത്യജിച്ചു പിശാചദേഹത്തെയും മമ പിത ധരിച്ച ദിവ്യരൂപത്തോടും മൽഗൃഹേ വന്നു വധിച്ചു വിശേഷങ്ങൾ ഓരോന്നീ പിന്നെ അനുഗ്രഹിച്ചു തേരിലേറ്റി ഗമിച്ചു മറവോളം മിഴിച്ചു നിന്നു കണ്ടേൻ ധരിച്ചിടുക അന്നദാനത്തിൻ ഫലമിങ്ങനെ കണ്ടേനല്ലോ മന്നവാ കേട്ടു കേളിയിൽ ഇതു സത്യമത്രേ. മാധവ മാസേ ജലദാനവും അന്നദാനം മാധവനേറ്റം പ്രിയം സേവിക്ക ചൊന്ന വണ്ണം സർവപാപങ്ങളറ്റു വിഷ്ണു സായുജ്യം വരും ഉർവിശാപുനരിനെ എന്തു കേൾക്കേണ്ടു സഖേ. സ്കാന്തമാം പുരാണത്തിൽ വൈശാഖ മഹാത്മ്യത്തെ ഭിന്നത നീങ്ങിടുവാൻ ചൊല്ലിനേനധ്യായം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇത് വൈശാഖ മഹാത്മ്യേ സപ്തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് വൈശാഖ മഹാത്മ്യം നാളെ സമ്പൂർണ്ണ പാരായണം ചെയ്യുന്നുണ്ട്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഓം തത്സത്. ശ്രീ വിഷ്ണു ഭുജംഗത്തോടുകൂടി ഇന്നത്തെ പാരായണം ഭഗവാന്റെ തൃക്കാർക്ക് സമർപ്പിക്കുകയാണ്. ഓം തത്സത്. ശങ്കരാചാര്യ വിരചിത വിഷ്ണു ഭുജംഗ പ്രയാഗം. വിദംശം വിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുരീയം പരം ബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ.